തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിനടുത്തുള്ള പാലത്തിന്, അതായത് നിളയുടെ കമാനമാണിത്. താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലത്തിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ താൽക്കാലിക പാലത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇത് നല്ല വെയിൽ, ഉച്ചയ്ക്ക് 12 മണി ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അധികം ആളില്ലാണ്ട് ഇങ്ങനെ പോകാൻ സാധിക്കുന്നത്. നല്ല വെയിലായ ഉച്ചയ്ക്ക് 12 മണി സമയത്താണെങ്കിലും അത്യാവശ്യം ആളുകളുണ്ട്. പക്ഷേ ഒരു വൈകുന്നേരം 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത തിരക്കാണ് ഇവിടെ. താൽക്കാലിക പാലത്തിലൂടെ അക്കരെ, അതായത് കോമയാണ് ശിവക്ഷേത്രവും ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും അക്കരെയാണ്. അക്കരെ നാവാമുകുന്ദ ക്ഷേത്രം. അവിടെ നിന്ന് അക്കരയിലേക്ക് താൽക്കാലികമായി നിളയുടെ കുതിരയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ ആണ് നടന്നു പോകുന്നത്. മനോഹരമായ കാഴ്ചയാണ്. ചുറ്റും 100 മീറ്ററിൽ വണംവലിയന്മാർ നിർദ്ദേശങ്ങൾ നൽകി കൊണ്ട് കൈമതം പാലത്തിൽ ഒരു വരിയായിട്ട് പോകാൻ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരുടെ സുരക്ഷയിലൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് അവിടെ. സ്നാനം ചെയ്യുന്നവരാണ്. ഉച്ച സമയമായതുകൊണ്ട് സ്നാനം ചെയ്യാൻ ആളുകൾ പൊതുവെ കുറവാണ്. പാലത്തിൻ്റെ അക്കരയെത്തി. പ്രത്യേക ശ്രദ്ധയ്ക്ക് യജ്ഞഭൂമിയും പരിസരവും, അതേപോലെ ആനന്ദിഘാട്ടും പരിസരവും പുണ്യഭൂമിയായി കരുതപ്പെടുന്നതിനാൽ പാദരക്ഷ ശ്രീചക്രവും വിളക്ക് കൊളുത്തി നിർത്തിയിട്ടുണ്ട്. ആനന്ദവനം സ്വാമിയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാൻ നിരവധി ഭക്തർ നിൽപ്പുണ്ട്. സ്വാമിജി ഭക്തരുമായിട്ട് അനുഗ്രഹം നൽകുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുകയാണ്. തൊട്ടുപുറകിൽ തന്നെയാണ് ഘോഷയാത്രയായിട്ട് തമിഴ്നാട്ടിലെ നമ്മുടെ ഭാരതപ്പുഴയുടെ പ്രഭാവ സ്ഥലത്തു നിന്നും കുഴിച്ചു കൊണ്ടുവന്ന ശ്രീചക്രം.